Hello guys, welcome back to Peak Time Learners. ഈ വീഡിയോയിൽ LBS MCA എൻട്രൻസ് എക്സാമിനേഷൻ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്ത് ഇറ്റ്സ് ആൻസേഴ്സ്. ഓൾറെഡി ഒരു പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 to 4 ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് മാത്സ് പാർട്ടാണ്. ആൻഡ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഫ്രം 101 to 120. Question number 120. Identify the two statements. Statement 1. Cache memory is placed between RAM and CPU. Statement 2. Cache memory is used to hold frequently requested data. And statement 3. Cache memory and virtual memory are same. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 and 2 ഓൺലി. സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 രണ്ടും ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ക്യാഷ് മെമ്മറിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഈ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റർ മെമ്മറിയാണ്. ഫാസ്റ്റർ ആൻഡ് ഹൈ സ്പീഡുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഇത് ആക്ച്വലി CPU ആൻഡ് റാമിന് നടുക്കെ ഒരു ബഫർ പോലെ ആക്ട് ചെയ്യുന്നതാണ് ക്യാഷ് മെമ്മറി. ആൻഡ് ഇതിങ്ങനെ CPUക്കും റാമിന് നടുക്ക് ഒരു ബഫർ പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡേറ്റ ആക്സസ് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ CPUയുടെ പെർഫോമൻസും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രം അതർ മെമ്മറീസ് റാം ആൻഡ് അതർ മെമ്മറീസിൽ നിന്ന് ഡയറക്റ്റ്ലി ഡേറ്റാസൊക്കെ ആക്സസ് ചെയ്യുമ്പോൾ അത് കുറച്ച് സ്ലോ ആയിരിക്കും. വേറെ മെമ്മറീസ് എല്ലാം യൂഷ്വലി സ്ലോ ആണ്. അപ്പോൾ നമ്മളിത് നടുക്ക് ക്യാഷ് മെമ്മറിയുടെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കൊണ്ട് നമുക്ക് ഡേറ്റ ആക്സസിങ് ഒക്കെ ഈസിലി ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ക്യാഷ് മെമ്മറിയിൽ നമ്മൾ ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതുകൊണ്ട് CPUയുടെ ലാറ്റൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഡിലേ കുറയ്ക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് ഡേറ്റാസൊക്കെ ആക്സസ് ചെയ്യാം, ഓപ്പറേഷൻസൊക്കെ പെട്ടെന്ന് പെർഫോം ചെയ്യാം. ആൻഡ് ഓൾസോ CPUയുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. ഈ സ്പീഡുള്ളതാണ്. റാമിനേക്കാളും ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ബട്ട് രജിസ്റ്റേഴ്സിനേക്കാളും സ്ലോ ആണ്. പിന്നെ ഇത് മോർ എക്സ്പെൻസീവ് ആണ്. മെയിൻ മെമ്മറിനേക്കാളും മോർ എക്സ്പെൻസീവ് ആണ് ഈ ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി ഹൈറാർക്കിയിലെ അതിൽ സെക്കൻഡ് പൊസിഷനിലുള്ളതാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് ഹൈലി എക്സ്പെൻസീവ് ആയിരിക്കും. ആൻഡ് ഓൾസോ അത് ഫാസ്റ്റർ ആയിരിക്കും, സ്മോളർ ആയിരിക്കും. പിന്നെ മെമ്മറി ഹൈറാർക്കിയിൽ ബോട്ടമിലുള്ളത് ലാർജർ ആയിരിക്കും, ലെസ് എക്സ്പെൻസീവ് ആൻഡ് ഓൾസോ അത് സ്ലോ ആയിരിക്കും. ഇത് സെക്കൻഡ് പൊസിഷനിലുള്ളതുകൊണ്ട് ഇത് ഫാസ്റ്റർ ആണ്, കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. പിന്നെ ഇത് സ്മോൾ സൈസാണ്. യൂഷ്വലി ഇതിൻ്റെ മെഷേഴ്സൊക്കെ നമ്മൾ കിലോ ബൈറ്റ്സ് ഓർ മെഗാ ബൈറ്റ്സിലാണ് നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 119. ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഇസ് എലിമിനേറ്റഡ് ഇൻ. ഇത് DPMSൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ബേസ് ചെയ്തിട്ട് എല്ലാ ഇയറും ഷുവർ ക്വസ്റ്റ്യൻ വരും. 1 or 2 ക്വസ്റ്റ്യൻസ് ഷുവർ ആണ് എല്ലാ ഇയേഴ്സിലും. പ്രീവിയസ് ഇയർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നല്ലപോലെ പഠിക്കണം. ആൻഡ് ഇതിൻ്റെ നോർമലൈസേഷൻ ബേസ്ഡ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ കംപ്ലീറ്റ് നോർമലൈസേഷൻ വീഡിയോ വേണമെങ്കിൽ അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇതിൻ്റെ ആൻസർ 3NF ആണ്. 3NFലാണ് ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 118. strrev string library function is used to. Option A. Compares two strings without regard to case. Option B. Reverse the given string. Option C. Copy first n characters of one string into another. Option D. Appends one string at the end of another string. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. റിവേഴ്സ് ദി ഗിവൻ സ്ട്രിങ്. strrev ഇത് നമ്മൾ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ആൻഡ് നമ്മൾ സ്ട്രിങ് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് string.h. ഇതും ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രിങ് ലൈബ്രറി ഫംഗ്ഷൻസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് strlen. ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് strlen ഫംഗ്ഷൻ. പിന്നെ ഉള്ളതാണ് strcpy ഓഫ് ഡെസ്റ്റിനേഷൻ സോഴ്സ്. ഇതിൽ str കോപ്പി ഈ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡെസ്റ്റിനേഷൻ മീൻസ് ഒരു വേരിയബിളിൻ്റെ നെയിം അവിടെ കൊടുക്കും, സ്ട്രിങ് വേരിയബിളിൻ്റെ നെയിം കൊടുക്കും. ആ വേരിയബിളിൻ്റെ അകത്ത് സോഴ്സിൽ നമ്മൾ ഏത് വേരിയബിൾ ആണോ പാസ് ചെയ്യുന്നത്, ഏത് സ്ട്രിങ് ആണോ പാസ് ചെയ്യുന്നത്, ആ ഒരു വാല്യൂ ഡെസ്റ്റിനേഷനിലോട്ട് കോപ്പിയായി കിട്ടും. കോപ്പീസ് ദ സ്ട്രിങ് SRC നമ്മൾ പാസ് ചെയ്യുന്ന സ്ട്രിങ് കോപ്പീസ് ദ സ്ട്രിങ് ഇൻ ടു ഡെസ്റ്റിനേഷൻ. പിന്നെ ഉള്ളത് strncpy. ഇതിൻ്റെ സിൻടാക്സ് ആണ് strncpy ഓഫ് ഡെസ്റ്റിനേഷൻ സോഴ്സ് n. ഇത് ഡെസ്റ്റിനേഷൻ സോഴ്സ് എന്നൊക്കെ കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യമുള്ള n ക്യാരക്ടേഴ്സിനെ ഡെസ്റ്റിനേഷനിലോട്ട് കോപ്പി ചെയ്യും. നമ്മൾ സോഴ്സിൽ ഒരു സ്ട്രിങ് കൊടുക്കും, ആ സ്ട്രിങ്ങിലുള്ള ഫസ്റ്റ് n ക്യാരക്ടേഴ്സിനെ ഡെസ്റ്റിനേഷനിലോട്ട് കോപ്പി ചെയ്യും.
പിന്നെ ഉള്ളതാണ് STR-CAT ഓഫ് ഡെസ്റ്റിനേഷൻ സോഴ്സ് അപ്പൻസ് ദ സ്ട്രിങ് സോഴ്സ് ടു ദ എൻഡ് ഓഫ് ദി ഡെസ്റ്റിനേഷൻ. ഇതിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന സ്ട്രിങ്ങിലോട്ട് സെക്കൻഡ് പാസ് ചെയ്യുന്ന സ്ട്രിങ് ആഡായി കിട്ടും. പിന്നെ ഉള്ളത് STR-NCAT. ഇതിൻ്റെ സിൻടാക്സ് ആണ് STR-NCAT ഓഫ് ഡെസ്റ്റിനേഷൻ സോഴ്സ് n. ഒരു സ്ട്രിങ് കൊടുക്കൂലേ, ഫസ്റ്റ് കൊടുക്കുന്ന സ്ട്രിങ്ങിൻ്റെ കൂടെ സെക്കൻഡ് കൊടുക്കുന്ന സ്ട്രിങ്ങിലുള്ള n ക്യാരക്ടേഴ്സ് അപ്പൻഡായി കിട്ടും. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ എൻഡിൽ സെക്കൻഡ് കൊടുക്കുന്ന സ്ട്രിങ്ങിൻ്റെ n ക്യാരക്ടേഴ്സ് അപ്പൻഡായി കിട്ടും. അതാണ് STR-NCAT. STR-CAT എന്ന് കൊടുത്താൽ ഫസ്റ്റ് സ്ട്രിങ്ങിൽ സെക്കൻഡ് സ്ട്രിങ് ഫുൾ ആഡായി കിട്ടും. പിന്നെ STR-N കൊടുക്കുമ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങിൽ സെക്കൻഡ് സ്ട്രിങ്ങിലുള്ള n ക്യാരക്ടേഴ്സ് മാത്രം അപ്പൻഡ് ആവും. പിന്നെ ഉള്ളത് STR-CMP. ഇതിൻ്റെ സിൻടാക്സ് ആണ് STR-CMP ഓഫ് സ്ട്രിങ് 1, സ്ട്രിങ് 2. ഇത് രണ്ട് സ്ട്രിങ് കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന രണ്ട് സ്ട്രിങ്ങും കമ്പയർ ആയി കിട്ടും. രണ്ട് സ്ട്രിങ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് 0 ഔട്ട്പുട്ടിൽ കിട്ടും. ഫസ്റ്റ് പാസ് ചെയ്യുന്ന ഫസ്റ്റുള്ള സ്ട്രിങ് ഗ്രേറ്റർ ആണെങ്കിൽ, സെക്കൻഡിനേക്കാളും ഫസ്റ്റ് ഉള്ളത് ഗ്രേറ്റർ ആണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടും. ആൻഡ് ഫസ്റ്റ് വൺ ചെറുതാണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ റിട്ടേണിൽ കിട്ടും. പിന്നെ ഉള്ളത് STR-NCMP. ഇത് രണ്ട് സ്ട്രിങ്ങിൽ n ക്യാരക്ടേഴ്സ് മാത്രം കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കമ്പയർസ് അപ് ടു നമ്മൾ സെഷനിൽ ഏത് നമ്പറാണോ കൊടുക്കുന്നത് ആ ഒരു നമ്പർ വരെ ഉള്ള ക്യാരക്ടേഴ്സ് മാത്രം കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യും. പിന്നെ ഉള്ളത് STR-CHR. ഇത് യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള സ്ട്രിങ്ങിൽ ഉണ്ടോ, അതിൻ്റെ സബ്സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് STR-CHR യൂസ് ചെയ്യുന്നത്. STR-CHR ഓഫ് STR, ഇതിൽ നമ്മൾ ഫസ്റ്റ് STR എന്ന് കൊടുത്തിട്ടില്ലേ, അതൊരു സ്ട്രിങ് ആയിരിക്കും. ആ സ്ട്രിങ്ങിൽ CH എന്നുള്ളത് ഒക്കർ ആവുന്നുണ്ടോ എന്ന് ഫസ്റ്റ് ഒക്കർ ഇപ്പോൾ ഒരു സ്ട്രിങ് എടുത്ത് അതിൽ ചിലപ്പോൾ CH 2-3 പ്ലേസസിൽ വരാം. അപ്പോൾ ഫസ്റ്റ് ഒക്കർ ആവുന്ന പൊസിഷൻ ഏതാണോ അവിടെ അതിനുള്ള ഒരു പോയിൻ്റർ നമുക്ക് റിട്ടേൺ ആയി കിട്ടും. CH ഇല്ല എങ്കിൽ നമുക്ക് നോട്ട് ഫൗണ്ട് ഒരു നൾ വാല്യൂ കിട്ടും. അപ്പോൾ ഈ CH നമ്മൾ കൊടുക്കുന്ന സോഴ്സ് സ്ട്രിങ്ങിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഒക്കർ ആവുന്ന പൊസിഷൻ്റെ പോയിൻ്റർ റിട്ടേൺ ആയി കിട്ടും, ഇല്ലെങ്കിൽ നൾ വാല്യൂ ആണ് റിട്ടേൺ ആയി കിട്ടുന്നത്. പിന്നെ STR-RCH ഓഫ് സോഴ്സ് ഒരു സ്ട്രിങ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് STR-RCHR ഓഫ് സ്ട്രിങ് CH ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള സ്ട്രിങ്ങിൽ ഈ CH എന്ന ടേം ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് എവിടെയാണോ ഈ CH ഒക്കർ ആവുന്നത് അതിൻ്റെ അഡ്രസ്സിനുള്ള ഒരു പോയിൻ്റർ എനിക്ക് കിട്ടും. ആൻഡ് പ്ലസ് അത് ഇല്ലെങ്കിൽ CH ആ ഒരു സ്ട്രിങ്ങിൽ ഇല്ലെങ്കിൽ എനിക്കൊരു നൾ വാല്യൂ റിട്ടേൺ ആയിട്ട് കിട്ടും. പിന്നെ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രിങ് ഫങ്ഷൻസ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ റെഫർ ചെയ്താൽ മതി. സ്ട്രിങ് ഫങ്ഷൻസിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ കിട്ടും. ടോട്ടൽ ഒരു 20 സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആൻഡ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ് ഫങ്ഷൻസ്. Question number 117. The output of the compiler is option A machine code, option B register code, option C system software and option D application software. ഇതിൻ്റെ ആൻസർ മെഷീൻ കോഡാണ്. ഓപ്ഷൻ എ മെഷീൻ കോഡാണ്. ബിക്കോസ് ഒരു കമ്പൈലറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും മെഷീൻ കോഡിലായിരിക്കും. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതാണ് നമ്മളുടെ സിസ്റ്റം ഫുള്ള് കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, അതൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ രജിസ്റ്റർ കോഡും വേറെയാണ്. അപ്പോൾ ഒരു കമ്പൈലറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും മെഷീൻ കോഡിലായിരിക്കും, മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജിലായിരിക്കും. Question number 116. Cache memory is implemented using option A static RAM, option B dynamic RAM, option C both A and B and option D neither A nor B. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്റ്റാറ്റിക് റാം ആണ്. SRAM ഇത് ബേസ് ചെയ്തിട്ട് SRAMനും DRAMനും ഉള്ള ഡിഫറൻസ് പഠിച്ച് വെക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. SRAMൽ നമ്മൾ ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം DRAMൽ നമ്മൾ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് കപ്പാസിറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് SRAM DRAMനേക്കാളും ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ DRAM കുറച്ച് സ്ലോ ആയിരിക്കും SRAMനെ കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ SRAMൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, റിഫ്രഷ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട. സോ ഇത് ഫാസ്റ്റർ ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് DRAM നമ്മൾ കപ്പാസിറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പീരിയോഡിക്കലി അതിനെ റിഫ്രഷ് ചെയ്യണം, എന്നാലേ അത് വർക്ക് ആവത്തുള്ളൂ. ഇതാണ് ഇത് രണ്ടിൻ്റെയും മെയിൻ ഡിഫറൻസ്.
SRAMൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് DRAMൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സാണ്. ആൻഡ് SRAM ആണ് ഫാസ്റ്റർ ദെൻ DRAM. ആൻഡ് SRAMൽ നമുക്ക് റിഫ്രഷ്മെൻ്റ് ഒന്നും ചെയ്യാനില്ല, DRAMൽ നമുക്ക് റിഫ്രഷ്മെൻറ്റ് ചെയ്യണം. പിന്നെ SRAM ലെസ് പവറെ കൺസ്യൂം ചെയ്യത്തുള്ളൂ, ഇറ്റ് കൺസ്യൂംസ് ലെസ് പവർ. ആൻഡ് DRAM എന്ന് പറയുന്നത് മോർ പവർ കൺസ്യൂം ചെയ്യും. ബിക്കോസ് DRAMൽ നമ്മൾ പീരിയോഡിക്കലി റിഫ്രഷ് ചെയ്യണം, സോ അതുകൊണ്ട് തന്നെ അത് മോർ പവർ കൺസ്യൂം ചെയ്യും. SRAM ആണ് കുറച്ചുകൂടെ എക്സ്പെൻസീവ്, DRAM ചീപ്പറാണ്. ദെൻ SRAM നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാഷ് മെമ്മറീസ് രജിസ്റ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യും. ആൻഡ് DRAM നമ്മൾ മെയിൻ മെമ്മറി റാമിലാണ് കൂടുതൽ ഡിവൈസസിലും യൂസ് ചെയ്യുന്നത്. പിന്നെ കോംപ്ലക്സിറ്റി വെച്ച് നോക്കുമ്പോൾ SRAM ആണ് മോർ കോംപ്ലെക്സ്. ആൻഡ് ബിക്കോസ് നമ്മളിതിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് SRAM ആണ് കൂടുതൽ കോംപ്ലെക്സ് ആയിട്ടുള്ളത്. ആൻഡ് DRAM സിംപ്ലർ സർക്യൂട്ട് ഡിസൈൻസ് ആയിരിക്കും. പിന്നെ രണ്ടും തന്നെ വോളറ്റൈലാണ്. ആൻഡ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് SRAM ആണ് ലോങ്ങർ, പിന്നെ DRAM ഷോർട്ടർ ആണ്, ബിക്കോസ് അതിന് ഫ്രീക്വൻറ്റ് റിഫ്രഷിങ് വേണം. ഇത്രയൊക്കെയാണ് SRAMൻ്റെയും DRAMൻ്റെയും ഡിഫറൻസ്. ആൻഡ് ഇത് പഠിച്ചു വയ്ക്കണം, ഇത് ബേസ് ചെയ്തിട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എല്ലാ ഇയറും. ക്വസ്റ്റ്യൻ നമ്പർ 115. Number of min terms in an expression comprises of n variables is option A 2n, option B 2 raised to n, option C 2 raised to n plus 1 and option D 2 raised to n minus 1. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 raised to n. ഇപ്പോൾ നമ്മൾ ഡിജിറ്റലിലൊക്കെ ഒരു 2 വേരിയബിൾ എക്സ്പ്രഷൻ എടുത്താൽ അതിൽ മിൻ ടേംസ് 2 raised to 4 ആയിരിക്കും. അപ്പോൾ ഏതൊരു എക്സ്പ്രഷൻ എടുത്താലും അതിലിപ്പോൾ n വേരിയബിൾ എക്സ്പ്രഷൻ ആണെങ്കിൽ അതിൽ 2 raised to n നമ്പർ ഓഫ് മിൻ ടേംസ് കാണും. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇതിൽ നമ്മളിപ്പോൾ 2 വേരിയബിളാണ് എടുക്കുന്നതെങ്കിൽ 2 raised to 4 മിൻ ടേംസ് കാണും. 3 വേരിയബിൾ ആണെങ്കിൽ 2 raised to 3 8 മിൻ ടേംസ് ഒക്കെ കാണും. ക്വസ്റ്റ്യൻ നമ്പർ 114. The terms in product of sum are known as option A min term, option B max term, option C sum term and option D product term. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മാക്സ് ടേം ആണ്. ആൻഡ് ഇതിൽ മിൻ ടേം നമ്മൾ SOPയിലാണ് യൂസ് ചെയ്യുന്നത്. SOPയിൽ മിൻ ടേം എന്ന ടേം യൂസ് ചെയ്യും. ആൻഡ് POSൽ നമ്മൾ മാക്സ് ടേം ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബാക്കിയുള്ള 2 ഓപ്ഷൻസ് കൺസിഡറേ ചെയ്യേണ്ട, അത് നമ്മൾ ഡിജിറ്റലിൽ കൂടുതൽ യൂസ് ചെയ്യാത്ത ടേംസ് ആണ് സം ടേം ആൻഡ് പ്രോഡക്റ്റ് ടേം. ഇപ്പോൾ ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 2 നമ്പർ എടുക്കാം. 2 നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നമ്മൾ ആ സെയിം നമ്പറിന് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനേക്കാളും വലുതായിരിക്കും. ഇപ്പോൾ നമ്മൾ 2 × 3 ചെയ്യുമ്പോൾ ആൻസർ 6 ആണ് കിട്ടുന്നത്. അതേ ടൈം 2 + 3 ചെയ്യുമ്പോൾ ആൻസർ 5 ആണ് കിട്ടുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഹയസ്റ്റ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ കിട്ടുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സമ്മിൽ നമ്മൾ പ്രോഡക്റ്റാണ് എടുക്കുന്നത്, സമ്മിൻ്റെ പ്രോഡക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാം മാക്സിമം വാല്യൂസ് ആയിരിക്കും. ഇങ്ങനെ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ മനസ്സിലാക്കിക്കോ, അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ മാക്സ് ടേമും സം ഓഫ് പ്രോഡക്റ്റിൽ മിൻ ടേമും യൂസ് ചെയ്യും, അങ്ങനെ പഠിച്ചാലും മതി. പ്രോഡക്റ്റ് ഓഫ് സമ്മിൽ മാക്സ് ടേമാണ് യൂസ് ചെയ്യുന്നത്, സം ഓഫ് പ്രോഡക്റ്റിൽ മിൻ ടേം യൂസ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 113. വാട്ട് ഈസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് എക്സ് വൈ സെഡ്? ഓപ്ഷൻ എ എക്സ് ബാർ പ്ലസ് വൈ ബാർ പ്ലസ് ഇസഡ് ബാർ, ഓപ്ഷൻ ബി x bar plus y plus z bar, option C x plus y plus z bar and option D x plus y plus z. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ എക്സ് ബാർ പ്ലസ് വൈ ബാർ പ്ലസ് ഇസഡ് ബാർ. ഇത് ഡി മോർഗൻസ് ലോ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഡി മോർഗൻസ് ലോയിൽ എക്സ് വൈ ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ, പിന്നെ എക്സ് പ്ലസ് വൈ ദ ഹോൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. ഇതാണ് 2 ഡി മോർഗൻസ് ലോ. അപ്പോൾ ഈ ക്വസ്റ്റനും സെയിം ആണ്, പക്ഷേ അതിൽ 3 വേരിയബിളിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇതിൽ കോംപ്ലിമെൻറ്റ് ഓഫ് എക്സ് വൈ സെഡ് അല്ലേ. അപ്പോൾ കോംപ്ലിമെൻറ്റ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോൾ എക്സ് വൈ സെഡ് ദ ഹോൾ ബാർ ആണ്. അക്കോർഡിംഗ് ടു ഡി മോർഗൻസ് ലോ നമുക്കറിയാം എക്സ് വൈ ദ ഹോൾ ബാർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ ആണ്. അപ്പോൾ എക്സ് വൈ സെഡ് ദ ഹോൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ പ്ലസ് ഇസഡ് ബാർ ആയിരിക്കും. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 112. ബൂലിയൻ ഫങ്ഷൻസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് ഓപ്ഷൻ എ സിമ്പിൾ ടേബിൾ, ഓപ്ഷൻ ബി ട്രൂത്ത് ടേബിൾ, ഓപ്ഷൻ സി പാസിംഗ് ടേബിൾ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ട്രൂത്ത് ടേബിളാണ്. നമ്മൾ ട്രൂത്ത് ടേബിളിലാണ് ബൂലിയൻ ഫങ്ഷൻസ് എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിലുള്ള ഈ സിമ്പിൾ ടേബിൾ പാസിംഗ് ടേബിൾ എല്ലാം ഡേറ്റ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്ന ടേബിൾസാണ്. നമ്മൾ ഫങ്ഷൻസ് വേരിയബിൾസ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനും പിന്നെ നമ്മളുടെ സിമ്പിൾസ് എല്ലാം
പാഴ്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സിമ്പിൾ ടേബിളും പാഴ്സിംഗ് ടേബിളും. ഇതൊന്നും നമുക്കിപ്പോൾ LBS എൻട്രൻസിന് പഠിക്കാനില്ല. അപ്പോൾ ബൂലിയൻ എക്സ്പ്രഷൻ ഓർ ബൂലിയൻ ഫങ്ഷൻസിനെ നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 111. Gate which is used to reverse the output from 0 to 1 and vice versa. Option A NAND, option B NOR, option C NOT and option D XOR. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റ് ആണ് നമ്മൾ ഔട്ട്പുട്ടിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നോട്ട് ഗേറ്റിൽ ഇപ്പോൾ നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0 കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഗേറ്റ്സിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഈ ഗേറ്റ്സൊക്കെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്താൽ മതി. ആൻഡ് ഗേറ്റ്സും ലോജിക് ഗേറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ളതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 2025 സിലബസ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ടെമ്പററിലി നമുക്ക് പ്രീവിയസ് ഇയർ പേപ്പർ ആൻഡ് പ്രീവിയസ് ഇയർ സിലബസ് വെച്ച് പഠിക്കാം. സിലബസിൽ ചേഞ്ചസ് വരുവാണെങ്കിൽ 1-2 ടോപ്പിക്സ് മാത്രമാണെങ്കിൽ ചേഞ്ച് ആവും, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് സിലബസ് വെച്ച് പഠിക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 110. All the arithmetic and logical operations are performed using option A motherboard, option B registers, option C ALU and option D cache memory. ഇതിൻ്റെ ആൻസർ ALU ആണ്. ALUയുടെ ഫുൾ ഫോം ആണ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. നമ്മളുടെ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് ഈ ALUയിലാണ്. ഇതിൽ മദർ ബോർഡ് എന്ന് പറയുന്നത് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിലും ഉള്ള ഒരു മെയിൻ സർക്യൂട്ട് ബോർഡാണ് ഈ മദർ ബോർഡ്. ആൻഡ് ഈ മദർ ബോർഡിലാണ് നമ്മളുടെ ഹാർഡ്വെയർ കോമ്പോണൻറ്റ്സ് സച്ച് എസ് CPU, RAM, സ്റ്റോറേജ് ഡിവൈസസ്, പിന്നെ ബാക്കി പെരിഫറൽസ് എല്ലാ കോമ്പോണൻറ്റ്സും കണ്ടെയ്ൻ ആയുള്ളത് ഈ മദർ ബോർഡിലാണ്. ആൻഡ് ഈ ഒരു മദർ ബോർഡാണ് ഇറ്റ് പ്രൊവൈഡ്സ് ദി ഫിസിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഓൾ ദീസ് കോമ്പോണൻറ്റ്സ്. ഈ കോമ്പോണൻറ്റ്സിന് കണക്ഷൻസ് എല്ലാം കൊടുക്കുന്നത്, ഫിസിക്കലി കണക്ഷൻ കൊടുക്കുന്നതും ഇലക്ട്രിക്കലി കണക്ഷൻ കൊടുക്കുന്നതും ഈ മദർ ബോർഡാണ്. പിന്നെ ഉള്ളത് രജിസ്റ്റേഴ്സ്. നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് റിസൾട്ട്സൊക്കെ ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റേഴ്സ്. പിന്നെ ക്യാഷ് മെമ്മറി നമ്മൾ ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. സോ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് ഈ ALU അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 109. If all the input signals are 1, the output of AND gate is option A always 0, option B always 1, option C either 0 or 1 and option D none of these. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ്, ഓൾവേസ് 1. ഇപ്പോൾ എല്ലാ ഇൻപുട്ടും 1 ആണെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഷുവറായിട്ട് 1 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 108. ബൈനറി ഇക്വലൻറ്റ് ഓഫ് ദ ഡെസിമൽ നമ്പർ 9 is. ഇതിൻ്റെ നമ്പർ കൺവേർഷൻസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് എടുത്ത് നോക്കാം. അതിൽ ഹെക്സാഡെസിമൽ, ഒക്ടൽ, ഡെസിമൽ, ബൈനറി ഇങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് നമ്പർ കൺവേർഷൻസും ഉണ്ട്. ആൻഡ് ഇതിപ്പോൾ 9 ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ടു ബൈനറി. അപ്പോൾ ഒരു നമ്പറിനെ, ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം, കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 9 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 9 ആണ്, റിമൈൻഡർ 1 വരും. പിന്നെ 4 അഗെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ 0, 2 അഗെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ 0. എന്നിട്ട് ഈ റിമൈൻഡേഴ്സിനെ ബോട്ടം ടു ടോപ്പ് എന്നൊരു ഓർഡറിൽ എടുത്ത് എഴുതിയാൽ മതി. അതായിരിക്കും ആ നമ്പറിൻ്റെ ബൈനറി ഇക്വലൻറ്റ്. അപ്പോൾ 9ൻ്റെ ബൈനറി ഇക്വലൻ്റ് ആണ് 1001, ഓപ്ഷൻ B. ക്വസ്റ്റ്യൻ നമ്പർ 107. The binary number 1101 in hexadecimal representation is option A, option B 15, option C 14, option D. നമ്മളൊരു ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഹെക്സാഡെസിമലിലോട്ട് എഴുതാം. ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1101 ആണ്. അപ്പോൾ 2^0, 2^1, 2^2, 2^3. 8 + 4 + 1 = 13. അപ്പോൾ 1101 ഇതിൻ്റെ ഡെസിമൽ വാല്യൂ 13 ആണ്. നമുക്കറിയാം ഹെക്സാഡെസിമലിൽ 0 to 9 വരെ ഉള്ള നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് 10ന് ഈക്വലൻ്റ് ആയിട്ടുള്ളത് A ആണ്, 11 ഈക്വലൻ്റ് ആയിട്ടുള്ളത് B, അങ്ങനെ 15 വരെ ഉണ്ട്. ഇപ്പോൾ ഇത് 13 അല്ലേ, അപ്പോൾ 13ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം 10ന് A ആണ്, പിന്നെ B ആണെങ്കിൽ അത് 11, C ആണെങ്കിൽ 12, പിന്നെ D ആണ് 13. അപ്പോൾ ഇത് 1101 ഇതിൻ്റെ ഹെക്സാഡെസിമൽ ഈക്വലൻ്റ് ആണ് D. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്.
Then question number 106, computers can be communicated outside world using option A memory, option B input output devices, option C processor and option D hard disk. ഇതിൽ ഓപ്ഷൻ എയിലുള്ളത് മെമ്മറിയാണ്, ഇത് നമ്മൾ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഓപ്ഷൻ ബിയിലുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ്. നമ്മൾ ഒരു കമ്പ്യൂട്ടറും പിന്നെ ഔട്ട്സൈഡ് വേൾഡ് യൂസറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. പിന്നെ പ്രോസസ്സറാണ് സി പി യുടെ മെയിൻ പാർട്ട്. പ്രോസസ്സറിലാണ് എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത്. ആൻഡ് ഹാർഡ് ഡിസ്ക് ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. Question number 105, system software is used to option A control the operation of a computer, option B perform debugging, option C run applications and option D none of the above. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കൺട്രോൾ ദി ഓപ്പറേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഹാർഡ്വെയർ കണക്ഷൻ, പിന്നെ സോഫ്റ്റ്വെയർ, നമ്മൾ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 104, ഇത് ഒരു പ്രോഗ്രാമാണ്, ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ മെയിൻ ഫംഗ്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ബ്രാക്കറ്റിനകത്ത് ഇൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5, എക്സിൻ്റെ വാല്യൂ 5 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈ ഈക്വൽ ടു 6 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇസഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് 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 വൈ പ്ലസ് പ്ലസ്. ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇസഡ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളിതിൻ്റെ ഇസഡിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ആക്ച്വലി എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. എക്സ് പ്ലസ് പ്ലസ് ആൻഡ് വൈ പ്ലസ് പ്ലസ് ഉള്ളതുകൊണ്ട് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എന്നിട്ട് അതിനെ ആഡ് ചെയ്യും. പക്ഷേ ആ ഒരു മെത്തേഡ് റോങ് ആണ്. ഇതിൽ കൊടുത്തേക്കുന്നത് എക്സ് പ്ലസ് 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 വൈ പ്ലസ് പ്ലസ് ആണ്. ഇത് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ ആദ്യം എക്സിൻ്റെയും വൈയുടെയും കറൻറ്റ് വാല്യൂസ് ഏതാണോ ഇത് രണ്ടും ആഡായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രിൻ്റ് ആയി കിട്ടും. ഇത് പ്രീ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ആദ്യം എക്സിൻ്റെയും വൈയുടെയും വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻ്റ് ആവും. എന്നിട്ട് അതിൽ കിട്ടുന്ന റിസൾട്ട് രണ്ടും ആഡായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് ഇതായിരിക്കും. ക്വസ്റ്റ്യൻ എക്സ് 5 ആണ്, വൈ 6 ആണ്. എക്സ് പ്ലസ് 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 വൈ പ്ലസ് പ്ലസ്. ഇത് ചെയ്യുമ്പോൾ ആദ്യം എക്സും വൈയും ആഡ് ആവും. എക്സിൻ്റെ വാല്യൂ 5 ആണ് ആൻഡ് വൈയുടെ വാല്യൂ 6 ആണ്. ഇത് രണ്ടും ആഡായിട്ട് സെഡിൽ ഇപ്പോൾ നമുക്ക് 11 ആണ് സ്റ്റോറായി കിട്ടുന്നത്. ഇത് ആഡായി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് പ്ലസ് അല്ലേ, അപ്പോൾ ആദ്യം എക്സിൻ്റെ വാല്യൂ എടുക്കും. എക്സിൻ്റെ വാല്യൂ 5 ആണ്. വാല്യൂ എടുത്തതിന് ശേഷമാണ് അത് ഇൻക്രിമെൻ്റ് ആവുന്നത്. ബട്ട് ഇസഡിന് അത് കൺസിഡർ ചെയ്യാനുള്ള ആവശ്യമില്ല. എക്സ് അതിൻ്റെ വാല്യൂ 5 മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തുള്ള പ്ലസ് പ്ലസ് കൺസിഡർ ചെയ്യത്തില്ല. പിന്നെ ഉള്ളത് ഇത് ഓപ്പറേറ്ററാണ്. അപ്പോൾ 5 പ്ലസ് തന്നെ ഉള്ളത് വൈ ആണ്. വൈയുടെ വാല്യൂ 6 ആണ്. 6 എടുത്തതിന് ശേഷമാണ് അതിലുള്ള പ്ലസ് പ്ലസ് കാണുന്നത്. സോ ഇപ്പോൾ ഇൻക്രിമെൻ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് ഇസഡിൽ സ്റ്റോർ ആവുന്നത് 5 + 6 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആൻസർ 11 ആണ്. സപ്പോസ് ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇസഡ് ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സ് പ്ലസ് 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 വൈ ഇങ്ങനെയാണെങ്കിൽ ആദ്യമുള്ളത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ആദ്യം തന്നെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് എല്ലാം ഇൻക്രിമെൻ്റ് ആവും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ആഡായി കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് വാല്യൂ 5 അല്ലേ, ഇത് പ്ലസ് പ്ലസ് എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 6 ആവും. പിന്നെ പ്ലസ് വൈയുടെ വാല്യൂ 6 ആണ്. പ്ലസ് പ്ലസ് വൈ കൊണ്ട് വൈയുടെ വാല്യൂ 7 ആവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 13 ആയിട്ട് കിട്ടും. പക്ഷേ ക്വസ്റ്റ്യനിൽ എക്സ് പ്ലസ് പ്ലസ് വൈ എക്സ് പ്ലസ് 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 വൈ പ്ലസ് പ്ലസ് ആണ്, പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആൻസറിൽ കിട്ടുന്നത് 5 + 6 ആയിരിക്കും. Question number 103, iterations in the C language can be implemented using option A 4, option B while, option C do while and option D all of these. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി all of these ആണ്. ഇതെല്ലാം തന്നെ ഇറ്ററേഷൻസ് ലൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സിൻടാക്സ് പഠിക്കണം. ആൻഡ് സി പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. LBS MC എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ട്. അതിൽ എനിക്കറിയാവുന്ന മാക്സിമം എല്ലാ കോൺസെപ്റ്റും തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിൽ ഫോറും വൈലും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ആൻഡ് ഡു വൈൽ എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ക്വസ്റ്റ്യൻ നമ്പർ 102, എറേഴ്സ് ഇൻ ദ പ്രോഗ്രാം ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് ഓപ്ഷൻ എ കമ്പൈലിംഗ്, ഓപ്ഷൻ ബി റണ്ണിങ്, ഓപ്ഷൻ സി എക്സിക്യൂട്ടിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഡീബഗിങ്. ഇതിൻ്റെ ആൻസർ എല്ലാം തന്നെയാണ്. ഇത് ഓപ്ഷൻ എ ബി സി ഡി ഇതെല്ലാം തന്നെ നമുക്ക് ആൻസർ കീയിലുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ആൻസറാണ്. ഈ എല്ലാ പ്രോസസ്സും നടക്കുമ്പോഴും നമുക്ക് പ്രോഗ്രാമിലുള്ള എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 101, ഇതൊരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റ് എ ആൻഡ് ബി 2 വേരിയബിൾസ് ആണ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. ദെൻ ഇഫ്
എ ഈക്വൽ ടു 0 പ്രിൻറ്റ് ഹായ് എൽസ് പ്രിൻറ്റ് ഹലോ. ഇതാണ് പ്രോഗ്രാം. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന് എയ്ക്കും ബിക്കും അവർ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് അതിനെ ഡിക്ലെയർ മാത്രമാണ് ചെയ്തേക്കുന്നത്, ഇൻറ്റ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട്. എ 0 ആണെങ്കിൽ ഹായ് പ്രിൻറ്റ് ചെയ്യണം, അല്ലാത്ത കേസിൽ ഹലോ പ്രിൻറ്റ് ചെയ്യണം. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഇത് എറർ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇത് എറർ അല്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഗാർബേജ് വാല്യൂ വന്ന് സ്റ്റോർ ആവും. ഇപ്പോൾ ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ സ്റ്റോർ ആവും, എക്സെപ്റ്റ് 0 അല്ലാതെ ബാക്കി ഏതെങ്കിലും ഒരു വാല്യൂ അതിൽ പോയിട്ട് സ്റ്റോർ ആവും, ലോക്കലി ഡിക്ലെയർ ചെയ്തതാണെങ്കിൽ. പിന്നെ സ്റ്റാറ്റിക് ആണെങ്കിൽ അതിൽ 0 അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും സ്റ്റോർ ആയി കിട്ടും. ഇപ്പോൾ ഈ ഫംഗ്ഷനിൽ ഇത് ലോക്കലായിട്ട് ഡിക്ലെയർ ചെയ്ത വേരിയബിൾസാണ്. അപ്പോൾ ഇതിൽ ഏതോ ഒരു ഗാർബേജ് വാല്യൂ ഉണ്ട്, പക്ഷേ അത് 0 അല്ല. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എൽസ് കേസിലുള്ള ഈ ഹലോ ആയിരിക്കും പ്രിൻ്റായി കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഹലോ ആണ്, എറർ അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.